Okay, next we can see what are the different kinds of consideration. Okay, so there are three types of consideration. They are present consideration or executed consideration. Second one is future consideration or executory consideration. And third one, past consideration. So what is executed consideration or present consideration? When consideration is given simultaneously with promise, or that is at the time of promise, it is said to be present consideration. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ സാധനം വാങ്ങുന്നു, ഉടനെ തന്നെ കാശ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ക്യാഷ് സെയിൽസ് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ executory consideration or future consideration. A consideration is said to be executory or future when it is to be done in future or yet to be complied with. A promise in future is executory consideration. But a consideration is said to be executory when there is a promise for a promise. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം. രണ്ടാളും ചെയ്തിട്ടില്ല, രണ്ടാളും ചെയ്യാം. നിങ്ങൾ എനിക്കൊരു പിക്ചർ വരച്ച് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 5000 രൂപ തരാം. ഇവിടെ എങ്ങനെയാണ്? കൺസിഡറേഷൻ ഇതുവരെ കൊടുത്തിട്ടേ ഇല്ല. എ പ്രോമിസ് ഇൻ ഫ്യൂച്ചർ, അതിനെയാണ് എന്തെന്ന് പറയുക? എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ദെൻ തേർഡ് വൺ ഇസ് പാസ്റ്റ് കൺസിഡറേഷൻ. When consideration for a present promise was given by the party in the past, that is before the date of promise, such consideration is a past consideration. ബിക്കോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്നുണ്ടല്ലോ, മന്ത്ലി സാലറി. ഇപ്പം ഈ മാസം കിട്ടുന്ന സാലറി, ജൂണിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏത് മന്തിൻ്റെതായിരിക്കും? ശരിക്കും പ്രീവിയസ് മന്തിൻ്റെതായിരിക്കും. അപ്പോൾ ജൂണിൽ കിട്ടുക മെയിലത്തെ ആയിരിക്കും. മെയിലെ സർവീസിന് കിട്ടുന്നതാണ് ജൂണിൽ ഫസ്റ്റ് ആകുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്ന സാലറി. അപ്പോൾ ഇതൊക്കെ ഒരു പാസ്റ്റ് കൺസിഡറേഷനാണ്. അത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ഓൾറെഡി റെൻറ്റേഡ് സർവീസ്, മനസ്സിലായല്ലോ. അതിന് എന്താക്കുക കിട്ടുന്നത്? ഇപ്പോൾ കിട്ടുന്ന സാലറി. അപ്പോൾ പാസ്റ്റ് കൺസിഡറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺസിഡറേഷൻ ഫോർ എ പ്രസൻറ്റ് പ്രോമിസ് വാസ് ഗിവൺ ബൈ എ പാർട്ടി ഇൻ ദ പാസ്റ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of consideration. Next we can see what are the exceptions to the rule past consideration, no consideration. If the consideration was moved at the request of the promiser, the promisee would be enforceable എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ഇംഗ്ലീഷ് ലോയിൽ ശരിക്കും പാസ്റ്റ് കൺസിഡറേഷൻ എന്നുള്ളൊരു വേർഡില്ല, പക്ഷേ ഇന്ത്യൻ ലോ പ്രകാരം പാസ്റ്റ് കൺസിഡറേഷൻ ഇസ് ഓൾസോ എ ഗുഡ് കൺസിഡറേഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. അടുത്തൊരു ടേമാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിവിറ്റി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോയിൽ പറയുന്നത് എ പ്രോമിസി ഹൂസ് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ സ്യൂ ഓൺ എ കോൺട്രാക്ട് എന്നാണ്. ആസ് ദ കൺസിഡറേഷൻ ക്യാൻ മൂവ് ഫ്രം എ തേർഡ് പാർട്ടി. അതായത് നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ട് പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതായത് കൺസിഡറേഷൻ ആരെടുത്തു നിന്നാവാം എന്നാണ് പറയുന്നത്? ഒന്നുകിൽ പ്രോമിസിക്ക് തരാം. ഞാൻ അന്ന് എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, മീനാക്ഷിൻ്റെ എക്സാമ്പിൾ ഓർത്തിരുന്നോളൂ. അപ്പോൾ ഒന്നുകിൽ മീനാക്ഷിക്ക് തരാം, അല്ലെങ്കിൽ അവളുടെ ആർക്ക് വേണമെങ്കിലും തരാൻ പറ്റും, ഇപ്പം എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് so long as there is consideration for a promise, it remains valid and it is immaterial who has furnished it. ആര് തന്നെന്നുള്ളത് ഇവിടെ ബാധകമല്ല. തേർഡ് പാർട്ടിക്കും എന്താക്കാം? കൺസിഡറേഷൻ തരാം എന്നാണ് പറയുന്നത്. പക്ഷേ അണ്ടർ ഇംഗ്ലീഷ് ലോ ഹവർ എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ കനോട്ട് സ്യൂ എന്നാണ് പറയുന്നത്. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഹിംസെൽഫ്. അപ്പോൾ ഇംഗ്ലീഷ് ലോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൺസിഡറേഷൻ ആരുടെ അടുത്ത് തന്നെ കിട്ടണം എന്നുള്ളത് ഇറ്റ് മസ്റ്റ് മൂവ് ഫ്രം പ്രോമിസി ഹിംസെൽഫ്. ഓക്കെ, ദെൻ അപ്പം എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെഴുതിയാൽ മതി? പ്രിവിറ്റി. അതായത് പ്രിവിറ്റി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? ആരുടെ നിന്നൊക്കെ കിട്ടാം എന്നുള്ളതാണ്. അപ്പം കൺസിഡറേഷൻ ക്യാൻ മൂവ് ഫ്രം എ തേർഡ് പാർട്ടി ഓൾസോ. ഇനി നേരെ മറിച്ച് എന്താണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് നോക്കാം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്.
പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വരുന്നത് ശരിക്കും ആര് തമ്മിലാണ്? ബിറ്റ്വീൻ ടു പാർട്ടീസ്, അതായത് പ്രോമിസർ ആൻഡ് പ്രോമിസി. അപ്പോൾ പ്രിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ മാത്രമേ ഉള്ളൂ എല്ലാ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പും പാടുള്ളൂ. ഒരു തേർഡ് പാർട്ടി, ഒരു സ്ട്രേഞ്ചർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ ഇടപെടാൻ പാടില്ല. ഇപ്പം ഞാനും നിങ്ങളെ ക്ലാസ്സിലുള്ള ഒരാളുമായിട്ട്, ഇപ്പോൾ ഫിസി ആണെങ്കിൽ ഞാനും ഫിസിയും കൂടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ വന്നിട്ട് എന്താക്കാൻ പാടില്ല, അഥവാ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടായി, കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാതെയായി, ഫിസിക്ക് എല്ലാം കൂടെ ദേഷ്യം വന്നു, അപ്പം ഫിസിക്ക് വേണമെങ്കിൽ കേസൊക്കെ കൊടുക്കാം, മനസ്സിലായോ? അല്ലാതെ വേറൊരു തേർഡ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അപ്പോൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഡസ് നോട്ട് എക്വയർ എനി റൈറ്റ്സ് അണ്ടർ ദ കോൺട്രാക്ട്. മനസ്സിലായോ? എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്ന് പറയുന്നത് ആരാണ്? എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. സച്ച് പാർട്ടി, ഇങ്ങനെ സ്ട്രേഞ്ചർക്ക് എന്താക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്? നീദർ മേക്സ് നോർ ആക്സെപ്റ്റ് എനി ഓഫർ, സോ ദർ ഇസ് നോ കോൺട്രാക്ട് ഓൾസോ. സ്ട്രേഞ്ചറായിട്ട് യാതൊരു കോൺട്രാക്റ്റും ഇല്ലതാനും. സോ ഹി ഡസ് നോട്ട് അട്രാക്ട് എനി ലയബിലിറ്റി ഓൾസോ. അപ്പോൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, വാട്ട് ഇസ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ ഈ വേർഡിങ്സ് ആണ് ഉണ്ടാവേണ്ടത്, ശ്രദ്ധിക്കുക. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കോൺട്രാക്ട് കൺഫേഴ്സ് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓൺ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ഓൺലി. ആര് തമ്മിൽ മാത്രമേ ഉള്ളൂ എല്ലാ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉള്ളൂ? ബിറ്റ്വീൻ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ഓൺലി. ദെർഫോർ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ ഓൺ ദി കോൺട്രാക്ട്. ഇത് ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും ഒക്കെ ദിസ് ഡോക്ട്രിൻ, അതായത് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടിതിലും ഒരേ നിയമം തന്നെയാണ്. ഒരു സ്ട്രേഞ്ചർക്ക് എന്താവാൻ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ ദ കോൺട്രാക്ട്. നേരെ മറിച്ച് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്താ പറയുന്നത്? ഇംഗ്ലീഷ് ലോ പ്രകാരം കൺസിഡറേഷൻ ആരുടെ അടുത്ത് നിന്നാവാം എന്നാണ് പറയുന്നത്? ഇറ്റ് ക്യാൻ മൂവ് ഫ്രം എ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ അടുത്ത് നിന്ന് വരാം. ബട്ട് ഇൻ ഇംഗ്ലീഷ് ലോ, ഇന്ത്യൻ ലോയിൽ വരാം, ബട്ട് ഇൻ ഇംഗ്ലീഷ് ലോ എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ കനോട്ട് സ്യൂ. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ടു ദ റൂൾ ദാറ്റ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. അതായത് കൃത്യമായിട്ട് പറഞ്ഞ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ, മൂന്നാമതൊരാൾക്ക് എന്താക്കാൻ പാടില്ല? ഇടപെടാൻ പാടില്ല. പാർട്ടീസ് തമ്മിൽ മാത്രമേ ഉള്ളൂ എല്ലാ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉള്ളൂ. ബട്ട് ദർ ആർ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ഈവൻ എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ക്യാൻ സ്യൂ എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ പാർട്ടി, ഈവൻ ദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്, അതായത് ഒരു സ്ട്രേഞ്ചർക്ക് വേണമെങ്കിലും എന്താക്കാം? എൻഫോഴ്സ് ദ കോൺട്രാക്ട്. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കോടതിയിലൊക്കെ പോവാം ഒരു തേർഡ് പാർട്ടിക്ക്. അങ്ങനെയുള്ള കേസസ് ഏതാ നോക്കാം. അതിനെയാണ് എക്സെപ്ഷൻസ് ടു പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, വെൻ എ ട്രസ്റ്റ് ഇസ് ക്രിയേറ്റഡ്. ട്രസ്റ്റ് എന്താണെന്ന് അറിയാലോ? നിങ്ങൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ കേട്ടിട്ടില്ലേ? ട്രസ്റ്റിലൊരു ട്രസ്റ്റി ഉണ്ടാവും, കുറേ ബെനിഫിഷ്യറീസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ട്രസ്റ്റിയാണ്. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടുത്തെ ഇപ്പം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ അവിടെ കുറേ അന്തേവാസികളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം അവരെ നമ്മൾ, ഈ അന്തേവാസികളെയാണ് നമ്മൾ ബെനിഫിഷ്യറീസ് എന്ന് പറയാം. ഓക്കെ. സോ വെൻ അണ്ടർ എ കോൺട്രാക്ട് one of the parties constitutes himself a trustee for a third party, the said third party may sue to enforce the trust in his favor, irrespective of the fact that he is a stranger to the contract. അത് സെൻറ്റൻസ് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രേഞ്ചറിന് വേണ്ടിയിട്ട്, അതായത് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അവിടുത്തെ അന്തേവാസികൾ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ ദോ ഈ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക ഈ ട്രസ്റ്റുമായിട്ട്, അപ്പോൾ ശരിക്കും കോൺട്രാക്റ്റ് ആര് തമ്മിലാണ് വരുന്നത്? ഈ ട്രസ്റ്റിയും ഗവൺമെൻറ്റും തമ്മിലാണ്. ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ശരിക്കും ഒരു തേർഡ് പാർട്ടിയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ബെനിഫിഷ്യറിക്ക് വേണമെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ സ്യൂ the contract. Okay, clear ആണോ?
Then next point, അടുത്തത് വരുന്നത്, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്തല്ല എന്നാണ് പറയുന്നത്, അവിടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് റെലവൻസ് ഇല്ല. ദെൻ അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ് ദ ബെനിഫിഷ്യറി മേ എൻഫോഴ്സ് ദ കോൺട്രാക്ട് ഈവൻ ദോ ഹീ ഈസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ക്രിയേറ്റിംഗ് ദ ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് എക്സെപ്ഷൻ, കോൺട്രാക്ട്സ് ത്രൂ ഏജൻറ്റ്. ഏജൻസി നിങ്ങൾക്കറിയാലോ, ഏജൻസിയിൽ ശരിക്കും ആരാണ്, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും, ആ പ്രിൻസിപ്പിളും ഏജൻറ്റും തമ്മിലാണ് കോൺട്രാക്റ്റ് വരുന്നത്. പക്ഷേ ഏജൻറ്റാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള എല്ലാ ഡീലിങ്സും. അപ്പോൾ ശരിക്കും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഡീലിങ്സ് മുഴുവൻ വരുന്ന ഏജൻറ്റാണ്, പക്ഷെ എല്ലാത്തിനും റെസ്പോൺസിബിൾ ആരായിരിക്കും, പ്രിൻസിപ്പിളായിരിക്കും. മനസ്സിലായോ? അപ്പോൾ കോൺട്രാക്ട് വിച്ച് ആർ എൻറ്റേർഡ് ഇൻ ടു ത്രൂ an agent can be enforced by his principal എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എല്ലാ കോൺട്രാക്ട്സും എല്ലാ ഡീലിങ്സ് വരുന്നത് ഏജൻറ്റും തേർഡ് പാർട്ടിയും ആയിരിക്കും. പക്ഷേ അതിനെല്ലാത്തിനും ഉത്തരവാദിയാവുന്നത് ആരായിരിക്കും, പ്രിൻസിപ്പളായിരിക്കും. ശരിക്കും പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയും നമ്മൾ യാതൊരു കോൺട്രാക്റ്റും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൂടി ഏജൻസിൻ്റെ കേസിൽ പ്രിൻസിപ്പൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ഹിസ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ എൻ ഏജൻറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ദ പ്രിൻസിപ്പൾ. ദ നെക്സ്റ്റ്, വേർ എ ചാർജ് ഇസ് ക്രിയേറ്റഡ് ഓൺ എ സ്പെസിഫിക് ഇമ്മോബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ. അതായത് വേർ എ പ്രോമിസ് ഇസ് മെയ്ഡ് ടു എൻ ഇൻഡിവിജ്വൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ തേർഡ് പാർട്ടി ആൻഡ് എ ചാർജ് ഇസ് ക്രിയേറ്റഡ് on a specific immobile property for the performance of that promise, then the third party, though he is stranger to the contract, can enforce the same എന്നാ പറയുന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എക്സാമ്പിൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇൻ വൺ കേസ് എ പ്രോമിസ്ഡ് ബി ടു പേ സർട്ടൻ അലവൻസസ് ടു സി. അപ്പം എയും ബിയും ആണ് കോൺട്രാക്റ്റ് വരുന്നത്, പക്ഷേ ആർക്ക് കൊടുക്കാമെന്നാണ്, സിക്കാണ് അലവൻസസ് കൊടുക്കുക എന്നുള്ള കരാറ്. ആസ് സെക്യൂരിറ്റി എ ക്രിയേറ്റഡ് എ ചാർജ് ഓൺ എ സ്പെസിഫിക് ഇമ്മോബിൾ പ്രോപ്പർട്ടി. അങ്ങനെ എ എന്താക്കിയിട്ടുണ്ട്, ഈ സിക്ക് പൈസ കൊടുക്കുക എന്നുള്ളതിൽ എന്തോ ചെറിയൊരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഇമ്മോബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ കേട്ടോ, അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീൻ്റെ മുകളിൽ എന്തോ ഒരു ബാധ്യതയും വെച്ചിട്ടുണ്ട്. സി ഫയൽഡ് എ കേസ് എഗെയിൻസ്റ്റ് എ ഫോർ റിക്കവറി ഓഫ് അരിയേഴ്സ് ഓഫ് അലവൻസസ്. അപ്പോൾ സി എന്ന് പറയുന്ന ആൾ ശരിക്കും കോൺട്രാക്റ്റിലുള്ളൊരു പാർട്ടിയല്ല, പക്ഷേ ഈ അലവൻസ് കിട്ടാതെ ആയ സമയത്ത് സി എന്താക്കി എന്നാണ് പറയുന്നത്, കേസ് കൊടുത്ത്. അപ്പോൾ ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഈവൻ ദോ സി വാസ് എ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട്, സി എന്തല്ല, he is not a party to the contract, even though she was entitled to proceed against the property charged in order to recover the arrear of allowances. അപ്പോൾ അവിടെ അയാളുടെ പ്രോപ്പർട്ടീൻ്റെ മുകളിലൊരു ചാർജ് ഉണ്ട് എന്നുള്ള ആ ഒരൊറ്റ കാരണത്താൽ അവിടെ എന്താക്കാം എന്നാണ് പറയുന്നത്, സിക്ക് അനുകൂലമായിട്ടാണ് കോടതി വിധിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വേറെ ചാർജസ് ക്രിയേറ്റഡ് ഓൺ എ സ്പെസിഫിക് ഇമ്മോബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ, അങ്ങനെയാണെങ്കിൽ ഈവൻ ദോ ഹീ ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഹി ക്യാൻ സ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ക്യാൻ സ്യൂ ഫോർ ദ മണി മെയ്ഡ് പേയബിൾ ടു ഹിം ബൈ ഇറ്റ് വേർ ദ മണി ഇസ് ചാർജ്ഡ് ഓൺ an immobile property. Then fourth exception is in the case of family arrangements for maintenance or marriage expenses. അതായത് ചിലപ്പം മെയിൽ മെമ്പേഴ്സ് തമ്മിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവാം. ഇപ്പോൾ ഹിന്ദു ഫാമിലീസിലൊക്കെ ആണെങ്കിൽ, അതായത് ഫീമെയിൽ മെമ്പേഴ്സിൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്താക്കാം, അവരിങ്ങനെ ശരിക്കും ഫീമെയിൽ മെമ്പേഴ്സ് അതിൽ പാർട്ടീസ് അല്ല, ശരിക്കും എഗ്രിമെൻ്റ് വരുന്നത് ആര് തമ്മിലാണ്, മെയിൽ മെമ്പേഴ്സ് തമ്മിലാണ്. അതായത് മോളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി കല്യാണ സമയമായി മോളെ കല്യാണത്തിന് ഈ എമൗണ്ട് കിട്ടുന്നില്ല എങ്കിൽ ഈ ഫീമെയിൽ മെമ്പർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഷീ ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ മെയിൽ മെമ്പേഴ്സ്.
അതായത് ഫാമിലിയിൽ കച്ചറ പിച്ചറയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണമെങ്കിൽ ഈവൻ ദോ ഈ ഫീമെയിൽ മെമ്പർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. ആര് തമ്മിലാണ് ശരിക്കും കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുള്ളത്? മെയിൽ മെമ്പേഴ്സ് തമ്മിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ഫീമെയിലിന് വേണമെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, കേസ് കൊടുക്കാം. അതാണ് ഇൻ ദ കേസ് ഓഫ് ഫാമിലി അറേഞ്ച്മെൻറ്റ്സ് ഫോർ മെയിൻറ്റെനൻസ് ഓഫ് മാരേജ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ ഉദ്ദേശിച്ചത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഫേമസ് കേസ് ഉണ്ട്, സുബ്ബു അമ്മാൾ വേഴ്സസ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ. അതിൽ പറഞ്ഞിട്ടുള്ള ആ കേസിൻ്റെ വിധി ഇങ്ങനെയാണ് വന്നത്. എ ഫീമെയിൽ മെമ്പർ who was not a party to the family arrangement can sue as she possesses beneficial rights എന്നാണ് പറയുന്നത്. ഓക്കെ, next one is where the promiser has by his contact created privity of contract. ചില സമയത്തുണ്ടല്ലോ ഈ പ്രോമിസർ എന്താക്കിയിട്ടുണ്ടാവും, അയാളെ ആ ഒരു പെരുമാറ്റത്തിൽ കൂടി തന്നെ ഒരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് പാർട്ടി ആയിരിക്കില്ല, കോൺട്രാക്റ്റിലുള്ള പാർട്ടി ആയിരിക്കില്ല, പക്ഷേ അയാളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിൽ തന്നെ അയാളുടെ ഡീലിങ്സ് തന്നെ അയാൾ വേറൊരാളായിട്ടൊരു പ്രിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. വെർ ദ പ്രോമിസർ ഹാസ് ബൈ ഹിസ് കോൺടാക്റ്റ് ക്രിയേറ്റഡ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. എക്സാമ്പിൾ ഞാൻ പറയാം. അണ്ടർ എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടെനൻറ്റ് ആൻഡ് സബ് ടെനൻറ്റ്, സപ്പോസ് എ സബ് ടെനൻറ്റ് ഇസ് പേയിങ് ദ റെൻറ്റ് ഡയറക്ട്ലി ടു ദ ലാൻഡ് ലോഡ്, ദെൻ ദ ലാൻഡ് ലോഡ് ഇസ് അലൗഡ് ടു റിക്കവർ അൺപെയ്ഡ് റെൻറ്റ് ഫ്രം ദി സബ് ടെനൻറ്റ്. അതായത് ശരിക്കും എൻ്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആളെയാണ്, വേറൊരാൾക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ശരിക്കും. അപ്പം അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്തു, ഇപ്പം ഞാനിപ്പം എൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തത് ബി എന്ന് പറയുന്ന ഒരാൾക്കാണ് വിചാരിച്ചു. അപ്പോൾ അയാൾ തൽക്കാലം 6 മാസത്തേക്ക് അയാൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അയാളത് എന്ത് ചെയ്ത് ഒരു സബ് ടെനൻറ്റിന് കൊടുത്ത്. സബ് ടെനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിപ്പോൾ ലെറ്റ് ചെയ്ത സാധനം അത് സബ്ലെറ്റ് ചെയ്യുന്നതിനെയാണ്. ഞാനിപ്പോൾ ബിക്ക് കൊടുത്ത് ബി അതെന്ത് ചെയ്ത് വേറൊരാളായ സിക്ക് കൊടുത്ത്. അപ്പോൾ ശരിക്കും ഇവിടെ ലാൻഡ് ലോഡായ ഞാനും ആരും തമ്മിലാണ് ശരിക്കും കോൺട്രാക്റ്റ് വരുന്നത്, ബിയും തമ്മിലാണ്, ടെനൻറ്റും തമ്മിലാണ്. മനസ്സിലായല്ലോ? പക്ഷേ ബിയും സിയും തമ്മിൽ വേറൊരു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്, അവിടെ സബ്ലെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് ബി നാട്ടിലില്ലല്ലോ, അപ്പം സി ആർക്ക് കാശ് ഈ റെൻറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ലാൻഡ് ലോഡിനെ നേരിട്ടിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ശരിക്കും ഒരു കോൺട്രാക്റ്റ് ആര് തമ്മിലില്ല, ലാൻഡ് ലോഡും സിയും തമ്മിലില്ലെങ്കിൽ കൂടി അയാളിങ്ങനെ അയാളുടെ ആ ഒരു എന്താ പറയുക, ബൈ ഹിസ് ഡീലിങ്സ് അയാളിങ്ങനെ റെൻറ്റ് നേരിട്ട് കൊടുത്തതായതുകൊണ്ട് ശരിക്കും എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. അഥവാ ഇൻ കേസ് സി ഇപ്പോൾ ഏതെങ്കിലും ഒരു മാസം റെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ഹെ ക്യാൻ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഹിം ഈവൻ ദോ ദർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ലാൻഡ് ലോഡ് ആൻഡ് സി. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അങ്ങനെ വേറെ ദ പ്രോമിസർ ഹാസ് ബൈ ഹിസ് കോൺടാക്റ്റ് ക്രിയേറ്റഡ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. സോ ദീസ് ആർ ദ എക്സെപ്ഷൻസ് ടു ദി റൂൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. അപ്പോൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. അതായത് പ്രിവിറ്റി കൺഫേഴ്സ് ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ദി കോൺട്രാക്ടിങ് പാർട്ടീസ് ഓൺലി. ബട്ട് ദർ ആർ cases where certain circumstances even a stranger to a contract can sue. സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടി അവർക്കും വേണമെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, they can sue. അപ്പോൾ 5 കേസസ് നിങ്ങൾ പഠിച്ചു വെക്കുക. താങ്ക് യു.